ഈവനിങ് 4:30 മാർവൽ ഗ്രൂപ്പുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹാ സർ. അവിടെ പ്രസന്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് എന്തായി? സാർ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിതിൻ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ അവനോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറ. ഹാ സർ. ജിതിൻ സർ. സർ ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഹാ ഓക്കെ. റോയ്, വാ ഇരിക്ക്. എന്താ വരാൻ പറഞ്ഞേ? നീ ചെക്ക് ചെയ്തോണ്ടിരുന്ന ഫയൽ കംപ്ലീറ്റ് ആയോ? അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനി ഇഷ്യൂസ്? ചെറിയ 1-2 പോയിന്റ്സ് വിട്ട് പോയിട്ടുണ്ട്. ഞാനത് സാമിനോട് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അല്ല, നീ ഇത് ചോദിക്കാനാണോ വിളിച്ചേ? നോ. വേറെന്താ? നീ ഇവിടെ ഈ കമ്പനിയിൽ ജോലി കയറിയിട്ട് എത്ര വർഷമായെന്നറിയോ? ഒരു 4 years. ഓ, അത് ഓർമ്മയുണ്ടല്ലേ. ഇവിടെ സ്റ്റാഫിന് ലീവ് കൊടുക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണെന്നറിയോ? അത് അറിയോന്ന്? ഒരു 2 വർഷം കൂടുമ്പോൾ. ഓ, അതും അറിയാം. അല്ല, നീ നാട്ടിലേക്ക് പോയിട്ട് എത്ര വർഷമായെന്നറിയോ? ഈ 4 വർഷത്തിനിടയ്ക്ക് വെച്ച് നമ്മൾ തമ്മിലുള്ള സൗഹൃദം കണക്കിലെടുത്ത് ഞാൻ നിനക്ക് 3 വട്ടം ലീവ് സാങ്ഷൻ ആക്കി തന്നതാ. പക്ഷെ നീ അത് അന്നെല്ലാം റിജക്റ്റ് ചെയ്യുക ചെയ്തത്. അത് പോട്ടെ, അപ്പോഴത്തെ നിന്റെ സിറ്റുവേഷനും സാഹചര്യവും മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനും പോയില്ല, നിന്നെ ഫോഴ്സ് ചെയ്യാനും വന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? നെക്സ്റ്റ് മന്ത് കമ്പനിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലീവ് ലിസ്റ്റിൽ നിന്റെ പേരുണ്ടായിട്ട് നീ എന്തുകൊണ്ടാണ് അത് റിജക്ട് ചെയ്തത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? Why did you reject it? എടാ, എനിക്കറിയാം നീ ഓക്കെ അല്ലെന്ന്. പക്ഷെ ഇത്രയും വർഷമായില്ലേടാ. 4 വർഷം എന്നൊക്കെ പറയുന്ന വെറും നിസാര സമയമാണോ? അല്ലേ തന്നെ നീ അവളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നീ അവളോട് ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോ ഇവിടെ വെച്ച് സംസാരിക്കേണ്ട മാറ്റർ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നാളെ രാവിലെങ്കിലും നിന്റെ പേര് ലിസ്റ്റിൽ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വർഷം നിനക്ക് നാട്ടിൽ പോക്ക് നടക്കില്ല. അത് ഞാൻ സമ്മതിക്കത്തില്ല. നീ ഇപ്രാവശ്യമെങ്കിലും ചെന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയേ പറ്റൂ. ഇതിപ്പോ നിന്നെ പോലെ തന്നെ അവളും മതി. സാറിന് വേറെന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടോ? വല്ല ഫയൽസിന്റെയോ മീറ്റിംഗ്സിന്റെയോ കാര്യം? ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. എടാ, വേറൊന്നുമില്ലെങ്കിൽ ശരി. ഉത്സവം കഴിഞ്ഞ സ്ഥിതിക്ക് കുട്ടി ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല, നാളെ ഉള്ളൂ. ഇത്തവണയും കൃഷ്ണയെ കണ്ടില്ലല്ലോ. അത് ആൾക്ക് നല്ല തിരക്കാവുമല്ലേ? തിരുമേനി, ഇന്ന് ജിതിൻ കുഞ്ഞിന്റെ പിറന്നാളല്ലേ? എന്താ പ്രസാദം വാങ്ങിച്ചു? അതാ ഇങ്ങോട്ട് കൊടുത്തേക്ക്.
അവൻ പോയിട്ട് ഇപ്പൊ 4 വർഷമായില്ലേ? ഈ അടുത്തെങ്ങാനും ഇനി വരവുണ്ടോ? ലീവ് കിട്ടുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടാവും. ആഹാ. ആ ശരി തിരുമേനി, എങ്കിൽ ഞങ്ങള് ആ ആയിക്കോട്ടെ. ഇതിപ്പോ കാണുന്നവർക്കല്ല അറിയേണ്ടത് ജിത്തുവേട്ടൻ എന്ന് വരുമെന്ന്. അല്ല, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഇതിപ്പോ പോയിട്ട് കുറെ ആയില്ലേ. എന്നാലും അങ്ങേർക്ക് എന്തുവാടി ഇതിനു വേണ്ടി പണി അവിടെ? ഒരു വട്ടം പോലും ഒന്ന് ലീവിന് വരാൻ പറ്റാത്ത, ഇതിപ്പോ കുറെ ആയില്ലേ പോയിട്ട്. നിനക്കൊന്ന് പറഞ്ഞൂടെ പുള്ളിയെടുത്ത്? നീ എന്താ പറയാത്തെ? ഓ, ഞാൻ പറഞ്ഞു മടുത്തു. നീ പറഞ്ഞാ കേൾക്കാത്ത ആളാണോ ഞാൻ പറഞ്ഞാ കേൾക്കുന്നേ? ഒന്നുമില്ല, നടക്ക്. അമ്മ, അമ്മോ, അമ്മ. ഈ അമ്മ ഇതെവിടെ പോയി കിടക്കും? അമ്മോ, എന്നു ആടി, എന്തിനാ ഇങ്ങനെ വാ വെക്കുന്നേ? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ ഇത്രയും വിളിച്ചിട്ട് ഒന്നും മിണ്ടാണ്ട് നിന്നേ? ഞാൻ പിന്നെ എങ്ങോട്ടേക്ക് ഓടിപ്പോവാനാ? ആ, പറയാൻ പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ദക്ഷ, അല്ല, കഴിക്കാൻ എന്തേലും ആയോ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഓ, വന്ന് കേറിയില്ല. പോയി ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാടി. ആദ്യം വെള്ളം കഴിച്ചിട്ട്. ദക്ഷ എന്റെ നാടി വാങ്ങിക്കണ്ട കേട്ടോ. ഈ അമ്മ, അല്ല പാറു എന്തേ? അവളമ്മായിട്ട് അടുത്ത് കയറി. എന്നിട്ട് നീ കയറിയില്ല? ഇല്ല. നീ ഇത് അമ്മ നിർത്തിക്കോ, വെറുതെ വീണ്ടും തുടങ്ങാൻ നിക്കല്ലേ. എന്റെ കൊച്ചു, നീ ഇത് എന്ത് ഭാവിച്ച? അവളെ കണ്ട് അമ്മ? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നീയായി നിന്റെ പാടായി. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കത്തുമില്ല, ഒരു അനുസരണയില്ല. കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ 2 തന്നെങ്കിലും ഞാൻ നന്നാക്കി എന്നെ. ഇതിപ്പോ കൂടെ കൂടിയനെ കൊണ്ട് കൊള്ളാത്തോണ്ടല്ലേ. അമ്മക്ക് എന്താ? എനിക്കൊന്നുമില്ല, നീ എന്താന്ന് വെച്ചാ കാട്ടിക്കൂട്ട്. ഞാനിവിടെ എന്ന് വന്നാലും അമ്മക്ക് ഇത് മാത്രമല്ലോ പറയാൻ. മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ഏത് രീതിയിൽ നിന്റെ സമാധാനം കളഞ്ഞാ നീ പറയുന്നേ? പണ്ട് ആ ശാരദ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിന്ന് വെച്ച് അവള് നിന്റെ അമ്മായി അല്ലാണ്ടാവുമോ? ഒന്നുമില്ല, നീ ആ കൃഷ്ണനെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടേ? അവനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോഴും അവരോട്? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചക്കയും കൊള്ളാം, ചങ്കരനും കൊള്ളാം. എന്റെ വിധി. ദക്ഷ, എന്റെ മുന്നിൽ നിന്ന് കൊഞ്ഞനെ കുത്താണ് കറിപ്പൊടി. അമ്മ, എനിക്ക് വിശക്കുന്നു. പോയി ഡ്രസ് മാറ്റിട്ട് വാ, ചെല്ലേ. ഈ തള്ള സമ്മതിക്കത്തില്ല. പോവാ. ഇങ്ങനെ കൊത്തി പറക്കി തിന്നാണ്ട കൈ നിറയെ വാരി കഴിക്കുവണ്ണേ. ഓ, തുടങ്ങി അടുത്തത്. എന്തുവാ? അമ്മ വാരി തരുവോ? അയ്യോ, കൂടുതൽ കിണുങ്ങല്ലേ. വാരി കഴിച്ചിട്ട് നിന്റെ പോവാൻ നോക്കടി. ഓ, ഇതെന്റെ തന്നെയാണോ? അല്ല, വന്നത് നമുക്ക് കുറച്ച് കൂടുന്നുണ്ട്. ആ, നിനക്കും കൂടുന്നുണ്ട്. 2 കിട്ടിയാ നീ മാറിക്കോളും. അമ്മ വാരി കഴിക്ക്. നാളെ എപ്പോഴാ ട്രെയിൻ? 3 മണിക്കാ. വൈകിട്ടാണോ? വെളുപ്പിന്. ആ, ഞാൻ വരണോ റെയിൽവേ സ്റ്റേഷനിലേക്ക്? വേണ്ട, അച്ഛൻ വരുന്നുണ്ട് കൂടെ. അല്ല, അമ്മ അങ്ങോട്ട് വരുന്ന കാര്യം എന്തായി? എത്ര നാളുണ്ട് ഞാൻ പറയാം എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ. നിനക്കെന്തെങ്കിലും വിശേഷമാവട്ടെ, അപ്പം ഞാൻ വന്ന് നിൽക്കാം. ആ വണ്ടി വരുന്നുണ്ട്. ആ ബാഗൊക്കെ എടുത്തോ, മറക്കണ്ട. ടിക്കറ്റ് ഒക്കെ എടുത്ത് കൈ വെച്ചിട്ടില്ലേ? കയ്യിലുണ്ട്.
ആ ബാഗും പേഴ്സും ഒക്കെ സൂക്ഷിച്ചു പിടിക്കണേ. ട്രെയിനിലെല്ലാം കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്നാ കേൾക്കുന്നത്. ആ പിന്നെ ആരോടും അങ്ങനെ അധികം തുറന്ന് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഈ വന്ന കാലത്ത് ആരും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഞാനവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ പോലും രണ്ടും കേൾക്കത്തില്ലല്ലോ. ഒറ്റയ്ക്ക് പോയാലല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മാവ ഒരു 5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. നേരെ വെളുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് ചെല്ലത്തില്ലയോ? പിന്നെ എന്തിനാ വെറുതെ, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അത്ര സമയത്തെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങൾ അങ്ങ് ചെല്ലുന്നത് വരെ ആദ്യ. അത് ശരി, ഇത്രയും വർഷമായിട്ട് ഈ ആദിക്ക് പോകാൻ സമയമായില്ലേ ഇതുവരെ? പൊടി പൊടി. എൻ്റെ അച്ഛ, ഞങ്ങൾ എന്താ കൊച്ചുകുട്ടിയാണോ? ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ വരുന്നതും പോകുന്നതും. പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവത്തില്ല. ആ മോളെ, നീ ഇന്നിനിപ്പം ജോലിക്ക് കയറുന്നുണ്ടോ? അവിടെ ചെല്ലുമ്പം തന്നെ ഒരു 9-9:30 ആവത്തില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ? ആ, ഇന്നെന്നെ കാരണം. അത് സാരമില്ല, കുറച്ച് ലേറ്റായാലും പ്രശ്നമില്ല. എന്തായാലും ഇന്ന് കയറിയേ പറ്റുള്ളൂ. ഇനിയിപ്പം നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ എന്തെങ്കിലും വിശേഷം വരുന്നത് വരെ കാത്തിരിക്കണം അല്ലേ? എന്തിനാ അങ്ങനെ കാത്തിരിക്കുന്നേ? അച്ഛനിടയ്ക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ? ഇവിടെ ശാരദ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക്? എങ്കിൽ പിന്നെ അമ്മായിയും കൂടി കൂടെ കൂട്ട്. ഇവളോടും എൻ്റെ മോനോടും ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് അവർക്ക് ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. ഇവരുടെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. അതൊന്നും ആർക്കും ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ല, അതുകൊണ്ട് തന്നെയല്ലേ കൃഷ്ണ ഇപ്പോഴും അവളോട് മിണ്ടാത്തത്. അപ്പോൾ പിന്നെ എങ്ങനെയാ ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അച്ഛാ, നിങ്ങൾ ചെല്ലും, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരി, കയറിക്കോ, വണ്ടി എടുക്കാൻ സമയമായി. അമ്മാവ. ചെല്ല്. അച്ഛാ. പോയിട്ടോ. ശരി. ബായ് ഡി, വൈകിട്ട് കാണാം. ബായ്. ചേട്ടാ പോവാ. ആ പാർവതി മാം, നോയൽ സർ. ഇത് നാട്ടിൽ നിന്ന് എപ്പോ വന്ന്? വരുന്ന വഴിയാ. എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരുന്നോ? ഇനിയിപ്പോൾ അപ്പാർട്ട്മെന്റിൽ പോയി ഫ്രഷ് ആയി വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ക്ലാസ് മിസ്സാവും. പിന്നെ അത് മതി ആ പ്രിൻസിപ്പാളിന്. അല്ലേ തന്നെ 1 വീക്ക് ലീവ് എടുത്തത് സാറിനെ കൂടെ ദഹിച്ചിട്ടില്ല. ഓ, അയാളോട് പോയി പണി നോക്കാൻ പറ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഉത്സവമൊക്കെ? കൊള്ളായിരുന്നു. ഇന്ന് വൈകിട്ട് ഫ്രീ ആണോ? അത് അല്ല. എന്തേ? അത് പിന്നെ ഈവനിങ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കോഫി ആയാലോ എന്ന് വെച്ച് ചോദിച്ചതാ. അത് സോറി, എനിക്ക് ഇതിപ്പോൾ ഞാൻ എപ്പോൾ കോഫി കുടിക്കാൻ വിളിച്ചാലും മാമിന് സമയം കാണൂല. എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും. അതിന് ഞാൻ. മാമിന് എന്നെ പേടിയാണോ? എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വന്നാൽ ഞാൻ ചിലപ്പോൾ മാമിനെ പിടിച്ച് തിന്നൂന്ന് വെച്ചിട്ടാ? ഹേയ്, അങ്ങനെയൊന്നുമല്ല. സാറിൻ്റെ കൂടെ വന്നൊരു കോഫി കുടിക്കുന്നതിൽ എനിക്കെന്ത് പേടിക്കാനാ? ശരിക്കും എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാ. ഞാൻ വെറുതെ പറഞ്ഞതാ. മാമിന് ഇനി എന്നാ ടൈമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അന്ന് നമുക്ക് കോഫി കുടിക്കാൻ പോവാം.
കിച്ച. കുഞ്ഞി. കിച്ചേട്ടാ കിച്ചേട്ടാ കിച്ചേട്ടാ, ഐ മിസ് യു മിസ് യു മിസ് യു മിസ് യു. മിസ്സിയുടെ വഴക്കാളി. നീ അപ്പൊ എന്നെ മിസ് ചെയ്തല്ലേ? ഞാൻ ഇവിടുന്ന് പോയപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞേ? ആര് പറഞ്ഞു മിസ് ചെയ്തെന്ന്? അത് പിന്നെ നീ പറഞ്ഞപ്പോ ആ ഒരു ഫ്ലോയ്ക്ക് ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ആരെയും മിസ് ചെയ്തൊന്നുമില്ല. ഓഹോ, സത്യം പറഞ്ഞ നീ ഇല്ലാഞ്ഞപ്പോ ഇവിടെ സ്വർഗമായിരുന്നു, സ്വർഗം. എന്തൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്നറിയോ എനിക്ക്. ഇനിയിപ്പോ അതൊക്കെ പോലോന്ന് ആലോചിക്കുമ്പോഴാ. ആഹാ, അങ്ങനാണല്ലേ? എന്നാ പിന്നെ പൊന്നുമോ നീ സ്വർഗത്തിൽ ഒറ്റയ്ക്കൊന്ന് ജീവിച്ചോ. ഞാൻ ശല്യപ്പെടുത്താൻ വരണില്ല. ഞാൻ എന്റെ അമ്മയുടെ കൂടെ പോയി നിന്നോളാം. ഓ, നീ ഇങ്ങനെ എന്നെ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ. പട്ടി, അവിടെ അങ്ങനെ നിന്നാ മതിയായിരുന്നു വെറുതെ. കുഞ്ഞി പോ, എന്നെ തോടണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. പറയും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്റെ ഭാര്യയെ. ഓ, നിന്റെ ഒരു തമാശ. നിനക്കറിയോ, നിന്നോട് തല്ലുകൂടാണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനാ പിടിച്ചിരുന്നേന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്തുവാ എന്തുവാ? ഒന്നുമില്ല. ഒന്നുമില്ല, നിനക്ക് കൊള്ളാം. നീ തക്കാളി ഇവിടെ ചിരിച്ചോണ്ട് നിൽക്ക്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നാ ഞാനും വരാം. ഞാനാണ് ഇന്ന് കുളിച്ചിട്ടും ഇല്ല. ഇതാകുമ്പോ നമുക്ക് ഒരുമിച്ച് കുളിക്കാം. അയ്യോ, അത് വേണ്ട. നീ കുളിക്കാൻ കയറിയ അവസാനം നീ എന്നെ കുളിപ്പിക്കും. ഒന്നാമതേ ഞാനിപ്പോ നല്ല ടയേർഡാ. അതിന്റെ കൂടെ നിന്റെ കുളിപ്പീരൂടി താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. സോ പൊന്നുമോൻ ഇവിടെ നിന്നാ മതി കേട്ടോ. ഓ, അപ്പോ വേണ്ടല്ലേ? വേണ്ട. ദുഷ്ട. എന്തായാലും മൊഴിഞ്ഞോ? ഓ, ഞാനൊന്നും പറഞ്ഞില്ല. നീ പോയി കുളി ചെല്ലി. അപ്പൊ ശരി, ബൈ. ഓ, ബൈയും പറഞ്ഞ നീ എവിടെ പോവാ? കുളിക്കാൻ പോവല്ലേ? പോയി കുളിച്ചിട്ട് പാടി. അവിടെ ഒരു പട്ടി ഷോ. ഞാൻ പോണം. കണ്ണി ചോരയില്ലാത്ത ഇത്രയും ദിവസം മനുഷ്യൻ പട്ടിണിയായിരുന്നു. എന്നിട്ട് പോലും എന്നോട് അല്പം മനസാക്ഷി ഉണ്ടോ നോക്ക്. ഇനി വരും കിച്ചേട്ടാ കിച്ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചേരാടി നിന്നെ ഞാൻ. ഇത്ര പെട്ടെന്ന് വിളിച്ചോ? ഈ വിളി. അയ്യോ, ബെഡ്റൂം. തീർന്നു. അവൾ ഇന്ന് എന്നെ കൊല്ലും. ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? ഞാൻ അങ്ങോട്ട് വരാം. ദാ വരുന്നേ. അവൾ ഇവിടെ വന്ന് എന്നെ തല്ലിക്കൊല്ലുന്നതിലും ഭേദം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതാ. അതാകുമ്പോ ഒന്നുമില്ല, ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടന്നെങ്കിലും എനിക്ക് സമാധി അടയാം. എന്താ മോളെ, എന്താണ് നീ വിളിച്ചേ? എന്താടാ ഇത്? ഏത്? ദാ ഇത്. ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ? ഓ, ഇത് നമ്മുടെ ബെഡ്റൂം ആയിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല തൊഴുത്തുമായിരിക്കുമെന്ന്. അത് പിന്നെ നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് തന്നെ വെക്കണമെന്ന്. ഇതിപ്പോ ആ അലമാരയിൽ ഇരുന്ന ഡ്രസ്സ് മൊത്തം ആ ബെഡിന്റെ മണ്ടയിലും നിലത്തും കിടപ്പുണ്ട്. ഇതൊക്കെ പറക്കി വെക്കാൻ എന്റെ അമ്മായി വരുമോ ഇനി? നീ അതിനെന്തിനാണ് എന്റെ തള്ളക്ക് വിളിക്കുന്നേ? ഞാനതങ്ങ് പറക്കി വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നിട്ട് എന്താ ഇത്രയും നേരം അത് പറക്കി വെക്കാണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? ഓ, എന്റെ പൊന്നു കുഞ്ഞി, 4-5 ഡ്രസ്സല്ലേ, അത് ഞാനങ്ങ് മടക്കി വെച്ചോളാം. ഞാൻ മറന്നുപോയി, അതാ. അല്ലേലും നിനക്ക് എടുക്കുന്ന സാധനങ്ങൾ അതുപോലെ തിരികെ വെക്കാൻ ഭയങ്കര മറവിയാ. വേറെ കാര്യങ്ങൾക്കൊന്നും ഒരു മറവിയും ഇല്ല. ദേ കുഞ്ഞി, വെറുതെ വന്നു കയറിയ ഉടനെ എന്റെ അടുത്ത് വഴക്കിന് നിൽക്കല്ലേ. ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഓ, നിനക്കിതൊക്കെ നിസ്സാര കാര്യമായിരിക്കും. വലിച്ചു വാരി ഇട്ടിട്ട് പോയാൽ മതിയല്ലോ. ബാക്കിയുള്ളവള് വേണം ഒന്നേന്ന് പറഞ്ഞിരുന്ന ആദ്യം മുതലേ.
ഓ എന്റെ ഭഗവാനെ, ഇത് നേരത്താണോ? എന്താ എന്താ ഏത് നേരത്താണോ എന്ന് ചോദിച്ചത്? എന്നെ കെട്ടിന്റെ കണക്ക് പറയാൻ പോവാണോ? ഓ എന്റെ കുഞ്ഞി, നീ എന്നത്തെ പോലെ വെറുതെ എഴുതാപ്പുറം വായിക്കില്ലേ? ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നേ. നീ വെറുതെ പറയണ്ട, നീ അത് തന്നെ പറയാൻ വന്നേ, എനിക്കറിയാം. എന്റെ കുഞ്ഞി, നീ പോടാ. എടി അവിടെ അടങ്ങിയിരിക്ക്. വിട്ടു നീ, അല്ലെങ്കിൽ നല്ല ചവിട്ട് കിട്ടും എന്റെ കയ്യിൽ. ഇവളിത്, എടി ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. പിന്നെ പിന്നെ എന്തുദ്ദേശിച്ചാ പറഞ്ഞേ? അയ്യോ എന്റെ കുഞ്ഞി, പോടാ. എടി പെണങ്ങല്ലേ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വിശ്വസിക്ക്, ഞാൻ ജസ്റ്റ് ആ ഫ്ലോയ്ക്കങ്ങ്. ഓ നിന്റെ ഒരു ഫ്ലോ. എന്റെ കുഞ്ഞി, നീ എന്താ ഇതിങ്ങനെ? ഞാൻ എന്താ ഇങ്ങനെയെന്നോ? നിന്നെ ഞാൻ ആ കടിക്കില്ല കടിക്കില്ല കുഞ്ഞി. നീ എന്താടി പോലെ പട്ടിക്ക് ഉണ്ടായതാണോ? എപ്പോ നോക്കിയാലും ആ എന്റെ ഷോൾഡർ നല്ല വേദനിച്ചോ? വേദനിച്ചില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. എന്റെ ഷോൾഡറിൽ തോലി പോയെന്നാ തോന്നുന്നേ. സോറി, ഞാൻ ആ ഫ്ലോയില്. ഓ അപ്പൊ നിനക്കും ഫ്ലോ വരുമല്ലേ? എന്നിട്ടാ നീ എന്റെ നേരെ. നിന്നെ ഞാൻ വേണ്ട, വെറുതെ വിട്ടേക്കാന്ന് വിചാരിച്ചപ്പോ നീ എന്റെ തലയിൽ കയറി നിരങ്ങുന്നല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാം. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നീയായിട്ട് തന്നെ ചോദിച്ചു വാങ്ങിച്ചോ. എന്തേ ഓടിക്കൊഴഞ്ഞോ കുഞ്ഞി? ഐ മിസ് യു. നെഞ്ചിൽ കുതിർന്നാടും പൊന്നിങ്ങാട് കൊന്നൊന്നായഴിഞ്ഞും നിന്റെ നെഞ്ചിൽ ചെണ്ടു മല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കൂമ്പുലഞ്ഞും ആഹാ മാലിയും മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂവിരിഞ്ഞും എന്താ? എന്താണെന്നറിയില്ല, കഴിച്ചിട്ടും ആ വിശപ്പം കൊണ്ട് കുറയുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായി. വിശപ്പ് മാറിയില്ല എന്നിട്ടും? ഇല്ലെന്നേ, അങ്ങോട്ട് വയറ് നിറയുന്നില്ല ശരിക്കും? ഉം. എന്നാ പിന്നെ ഒരു റൗണ്ട് കൂടി പോയാലോ? ഞാൻ റെഡിയാ, പക്ഷെ നീ ഒരു വട്ടം കൂടി ഫ്രഷ് ആവേണ്ടി വരും. അത് സാരില്ല. ഉം.
വരട്ടെ. ചേട്ടാ എന്താടി? കോളിപ്പെല്ലടിക്കണ കേട്ടില്ലേ? ഡോറ് ഇറക്ക്. സമ്മതിക്കത്തില്ല. ഇതിപ്പോ ഈ നേരത്ത് ആരാ? പോയി നോക്കിട്ടാ. പോയി നോക്കിട്ട് വന്നാ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ആദ്യം പോയി നോക്കിട്ട് വാ. ശരി. നീയോ? നീ എന്താ ഈ സമയത്ത്? ഞാനെന്നും ഈ ടൈമിലല്ലേ വരാറ്. 5 മണി കഴിഞ്ഞോ അപ്പോ? ആ. ഓ, സമയം പോയത് അറിഞ്ഞില്ല. അറിയില്ലല്ലോ. അല്ല, ഇന്നത്തെ പൊന്നുമോൻ ഓഫീസിൽ പോയില്ലേ? പോയില്ല. എന്താന്നറിയത്തില്ല, രാവിലെ എണീറ്റപ്പോ മുതൽ വയറിന് നല്ല തലവേദന. ഓ, എന്നിട്ട് വയറിന്റെ തലവേദന മാറിയോ? അതൊക്കെ മാറി. മാറുമല്ലോ. മാറാനുള്ള മെഡിസിൻ അല്ലേ രാവിലെ ഇങ്ങ് വന്നത് അല്ലേ? അവള് റൂമിലായിരിക്കും അല്ലേ? ശരി, ഞാൻ പോയി എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. എടുക്കരുത്. ഫോൺ വിളിച്ചാൽ എടുക്കുകയോ ചെയ്യരുത്. നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാതെ? എന്തിനു? എന്നെ വെറുതെ ഉപദേശിക്കാൻ വരാനാണെങ്കിൽ നീ നിന്റെ പണി നോക്കിപ്പോ. എനിക്ക് കുറച്ച് സമാധാനം വേണം. നിനക്ക് മാത്രം മതിയോ അത്? എടാ, ഞാൻ ഈ പറയുന്നതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ, അല്ലാണ്ട്. നല്ലതോ? ഈ ജീവിതത്തിൽ ഇനി എന്ത് നല്ലത് സംഭവിക്കാനാ? എടാ ജിത്തു, ഒരുമാതിരി കോപ്പില് സംസാരിക്കല്ലേ. ശരിയാ, നീ ആഗ്രഹിച്ച പോലല്ല കാര്യങ്ങളൊന്നും നടന്നതും എന്നും പറഞ്ഞ് ജീവിതത്തിൽ ഒരു കാര്യവും നല്ലത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം നീ പറയരുത്. ചിലപ്പോ ഈ നടക്കുന്നതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നീ എന്ത് പോയേ? നീ നിന്റെ കാര്യം മാറ്റി വെച്ച് അവളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അവൾ അന്ന് പറഞ്ഞ ഒരു കള്ളത്തിന്റെ പേരിൽ നീ 4 വർഷം കൊണ്ട് ആ പാവത്തിനെ ശിക്ഷിക്കുമല്ലേ? ഒന്നുമില്ലേ, നിന്നെ രക്ഷിക്കാനല്ലേടാ അവള്. എന്നെ രക്ഷിക്കാൻ. എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടോ? ഇല്ലല്ലോ. അവളുടെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് നശിച്ചതാ എൻ്റെ ഈ ജീവിതം. എന്നിട്ട് എന്നെ രക്ഷിക്കാനാണ് പോലും. നിന്റെ ജീവിതം നശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അവളുടെ ജീവിതം കൂടിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ആ കൊച്ചു അതിനെപ്പറ്റി ഒരക്ഷരം നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? നിന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? അല്ലേലും എങ്ങനെ സംസാരിക്കാനാ? നാട്ടിൽ ആരെ വിളിച്ചാലും നീ അവളെ മാത്രം വിളിക്കില്ലല്ലോ അല്ലേ? നീ നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യല്ലേ? നീ കാരണം ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ആ കൊച്ചു നിന്നെ ഇതുവരെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല. നീ ഇന്നും അവരുടെ എല്ലാം മുന്നിൽ ആ പഴയ ജിത്തു തന്നെ. അത് അവൾ ഓരോ സിറ്റുവേഷനും അതുപോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മാത്രം. സിറ്റുവേഷൻ അവള് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാണോ? അല്ല, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, ആ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണക്കാരി ആരാ? അതവളല്ലേ? എനിക്ക് കുഞ്ഞോടുണ്ടായിരുന്ന ഇഷ്ടം മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞുണ്ടാക്കിയത് അവളല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര അനുഭവിക്കേണ്ടി വന്നത്. എല്ലായിരുന്നെങ്കിൽ
ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് നരയിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് നിന്റെ മുന്നിൽ ഞാൻ മോശക്കാരനോ അവള് നല്ലവളും അല്ലേ? എടാ, ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല. ശരിയാ, അവൾ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങളൊക്കെ ദാ ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ നിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വന്നോ? ആരെങ്കിലും നിന്നെ ചോദ്യം ചെയ്യാൻ വന്നോ? ഇല്ലല്ലോ. അതേസമയം മറിച്ച് നിനക്ക് ദക്ഷയോടുള്ള ഇഷ്ടം നിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എന്തിന് ദക്ഷയോ അറിഞ്ഞായിരുന്നെങ്കിലോ നിനക്ക് പിന്നെ അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമായിരുന്നോ? നീ അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാനും നീയും തമ്മിൽ ഇവിടെ വെച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ നീ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. എന്നിട്ടും മറുവശത്ത് നിൽക്കുന്ന പാർവതിയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അവള് ചെയ്തത് ശരിയായോണ്ടാ. ഇപ്പോഴും ആ പാവം പെണ്ണ് നീ വരുന്നതും കാത്തിരിക്കുമായിരിക്കും. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അതിനെ ഇനിയും ഇങ്ങനെ ദ്രോഹിക്കരുത്. അല്ലേ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മനുഷ്യൻ എത്ര നാൾ ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ പറ്റും? എന്നിട്ടും ആ പാവം ആർക്കും ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ പിടിച്ചു നിൽക്കുന്നില്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, നീ അവളെ മനസ്സിലാക്കും, അവൾക്കൊരു ചാൻസ് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താ. അതെങ്കിലും നിനക്കൊന്ന് കണക്കിലെടുത്തൂടെ? അല്ലാണ്ട് നീ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ ഇവിടെ നിന്റെ ജീവിതം മാത്രമല്ല അവളുടെ ജീവിതം കൂടിയാ നശിക്കുന്നേ. നീ അതൊന്നും മനസ്സിലാക്ക്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. എത്രയൊന്നും പറഞ്ഞാടാ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നേ? നിനക്കൊന്ന് പൊയ്ക്കൂടെ നാട്ടിലേക്ക്? അവിടെ ചെന്ന് അവളെ ഒന്ന് കണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്ക്. അല്ലാണ്ട് ഇങ്ങനെ സ്വന്തം ലൈഫ് നശിപ്പിച്ച് കളയല്ലേ ജിത്തു. നിന്റെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ആവുന്നത് കാണാൻ വയ്യാത്തോണ്ടാടാ പറയുന്നേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാം ഓക്കെ ആവും. நேற்று இல்லாத மாற்றம் என்னது, காற்றின் காதில் ஏதோ சொன்னது. இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை, காலம் கை கூடினா. இதுதான் காதல் என்பதா, இளமை பொங்கிவிட்டதா, இதயம் சிந்திவிட்டதா, சொல்வனவே கதை போ. അത് ശരി, നോയൽ സാർ ഇന്നും കോഫി ഓഫർ ചെയ്തല്ലേ? നീയൊന്ന് സൂക്ഷിച്ചോ. സാറിന്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഓഫർ അത്ര ശരിയല്ല. ആര് ശരിയല്ലെന്താ? നമ്മുടെ നോയൽ സാറില്ലേ? ആര്? ഇവളുടെ സ്കൂളിലെ അത് തന്നെ. പുള്ളിക്കാരൻ ഇന്ന് ഇവക്ക് കോഫി ഓഫർ ചെയ്തു. അത് ശരി. ഇങ്ങനെ പോവാണെങ്കിൽ പുള്ളി എന്റെ കൈക്ക് പണി ഉണ്ടാക്കുവോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി ഒരു പാവമാ, എന്നെ വലിയ കാര്യ. അതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ശരി, പുള്ളി ഒരു പാവാ, സമ്മതിച്ചു. എങ്കിൽ പിന്നെ നീ എന്താ കൂടെ പോവാത്തെ? അത് അത് എന്റെ കിച്ച. ഇവൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവക്ക് പുള്ളിക്കാരനെ ആലോചിച്ച് നല്ല പേടിയുണ്ട്. ഇനി അങ്ങേര് വല്ല റോങ്ങും ആണെങ്കിൽ അതാ ഇവള് പോവാത്തെ. പോടി, അതൊന്നുമല്ല. അതൊന്നും അല്ലേ? എങ്കിൽ പിന്നെ റീസൺ എന്താന്ന് പറ. അത് റീസൺ എന്താന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. എന്താണെന്നറിയത്തില്ല, പുള്ളിക്കാരൻ കോഫി ഓഫർ ചെയ്യുമ്പോൾ മാത്രം ഞാൻ സ്റ്റക്കായി പോവും. അപ്പൊ പെട്ടെന്ന് വരണില്ല എന്ന് പറയാനാ തോന്നുന്നു. ഓ, അങ്ങനെയാണല്ലേ? എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, പുള്ളിയോട് പറ കോഫിക്ക് പകരം ജ്യൂസ് ഓർഡർ ചെയ്യാൻ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതാകുമ്പോ നീ സ്റ്റക്ക് ആവത്തുമില്ല. എന്തേ? അത് നല്ലൊരു ഐഡിയ. അങ്ങനെയാണെങ്കിൽ നീ ജ്യൂസ് കുടിച്ചൊന്ന് പുഷ്ടിപ്പിടുകയും ചെയ്യും. കോമഡി ആയിരിക്കും അല്ലേ? പക്ഷെ എനിക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒന്ന് പോയടാ രണ്ടും. ഞാൻ എന്തേലും ഒരു കാര്യം പറയുമ്പോ ഇങ്ങനെ കളിയാക്കല്ലോ കേട്ടോ. ഷേ, കളിയാക്കാനോ? നിന്നെയോ? കളിയാക്കി ആൾറെഡി സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അങ്ങനെങ്കിലും നീ ഒന്ന് നന്നായി കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ? അയ്യോ, എനിക്കങ്ങനെ നോയൽ സാറിന്റെ ചെലവിൽ നന്നാവണ്ട. ഞാൻ എന്റെ എന്തുവാ ഒന്നുമില്ല. കിച്ച കേട്ടില്ലേ? കേട്ട് പോയ രണ്ടും. ജിത്തുവിട്ടനോ? ഇതെന്താ ഈ ടൈമില്?
ഹായ് ബ്രോ, എന്താണ് എന്താണ് ഈ സമയത്തൊരു വിളി? ആ ഡി, ഞാൻ ഇപ്പോഴാണ് ഓർത്തെ പ്രിൻസിപ്പാളിന് ഒരു ഡോക്യുമെന്റ് മെയിൽ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ചെയ്തിട്ട് വരാം. അത് പറയാം. നീ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ കിച്ചണില്. അവരോ? ജിതേട്ടാ? ആ കുഞ്ഞി, നീ കഴിച്ചോ? ഏയ് ഇല്ല, ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അവിടെ? ആ ഞാൻ കഴിച്ചു. അല്ല, നീ എന്താ ഈ നേരത്തെ വിളിച്ച? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അത് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഡാ, പാട്ട് കൂടി ഒന്ന് ചേഞ്ച് ചെയ്തരേ. ആടി. மேக்னட் விழியால் மனதை திருடி விட்டாய். மெல்ல விடை கொடு மனமே, இந்த நினைவுகள் கனமே. தாய் மண்ணே செல்கின்றோம் தூரம் தூரம். Hey, I like you, உன் ரேசர் பாயும் கந்தை, ரோம் சீசர் போன்று தோலை, நெஞ்சை உரசும் நெஞ்சை. Tejas, Teresa. did you mail the client details? Yeah, I did. Okay. അല്ല, ഉന്നോட വൈഫ് திரும்பி வந்துட்டாரா? வந்தாச்சு. ஓ, சும்மா அல்ல உன்னோட ஃபேஸ் இந்த மாதிரி பளபள பவிழக்கட்டி மாதிரி மின்னுது. சும்மா இருடி, உனக்கு வேற வேலை எதுவும் இல்லையா? இல்லடா, எனக்கு ரொம்ப நாளா ஒரு சின்ன டவுட் இருக்கு. என்ன டவுட்? உண்மையில உன்னோட கல்யாணம் முடிஞ்சு 4-5 வருஷம் ஆயிடுச்சா? இதுவும் உன்னோட டவுட்? ஆமாண்டா, இதுதான் என்னோட டவுட். என்னடி உனக்கு? அல்ல, நீ தானே சொன்ன இவ்வளவு வருஷம் ஆயிடுச்சுன்னு. அதுக்கு போய் என்ன? நிஜமா உங்களை பார்த்தா ஹஸ்பண்ட் அண்ட் ஒய்ஃப் மாதிரி தெரியலடா. ஏதோ லவ்வர்ஸ் மாதிரியே பிஹேவ் பண்ணிட்டு இருக்க நீங்க. ஐ மீன், நீ அவகிட்ட அந்த மாதிரி தானே பேசிட்டு இருப்பாரு. அது கேட்டுட்டு தான் நான். ஓ அப்படியா? அதுக்கு யாரு சொன்னாங்க நாங்க லவ்வர்ஸ் எல்லாம்னு? இதுக்கு முன்னாடி நாங்க லவ்வர்ஸா காதலிச்சோம், இப்ப ஹஸ்பண்டா ஒய்ஃபா லவ் பண்ணிட்டு இருக்கேன், அவ்வளவுதான் வித்தியாசம். அதானே நான் கேட்டேன், உன்னால எப்படிடா இப்படி இருக்க முடியுது? நீ இத என்ன சொல்ல ட்ரை பண்ணிட்டு இருக்க? எனக்கு ஒன்றும் புரியல. நான் என்ன சொல்ல வரேன்னா, பொதுவா இந்த மாதிரி காதலிச்சுட்டு இருக்கிற பசங்க எல்லாமே கல்யாணத்துக்கு முன்னாடி அதிகமா ஃபேக் ப்ராமிசஸ் தானே பண்ணிட்டு இருப்பாரு. எப்படின்னா, எனக்கு உன்னை அவ்வளோ பிடிக்கும், நான் உனக்கு வேண்டி என்ன வேணாவே செய்வேன், அப்படி இப்படி ஏதாவது பேசிட்டே இருப்பாரு. ஆனா கல்யாணத்துக்கு அப்புறம் இந்த ப்ராமிசஸ் ஒண்ணுமே அவங்களுக்கு ஞாபகமே வராது. ஆனா நீ உன்னோட வைஃப் கிட்ட பேசுனது பார்க்கும்போது எனக்கு ஆச்சரியமா இருக்கு. எப்படிடா உன்னால இந்த மாதிரி கொஞ்சி செல்லமா அவகிட்ட பேச முடியுது? இந்த ஆபீஸ்ல நிறைய கப்பிள்ஸ் வேறையும் இருப்பாரு, ஆனா அவங்க யாரும் அவரோட வைஃப் கிட்ட இந்த மாதிரி பேசினா இதுவரைக்கும் கேட்கலடா. அதவா அவங்க பேசினா போல அவரோட டோன் வேற மாதிரி இருப்பாரு, கொஞ்சம் ஹார்ஷா ஹார்டா. ஆனா நீ ஒரு வாட்டி கூடி உன்னோட வைஃப் கிட்ட அந்த மாதிரி பேசுறது நான் பார்க்கல, கேட்கல. நீ எப்போதும் இப்படிதான், ஹே குഞ്ഞി, ஓய் குഞ്ഞി, കഴിച്ചോ കുഞ്ഞി, കുളിച്ചോ കുഞ്ഞി. ஏய், என்னடி இது? அப்ப நீ? ஏய், அப்படி இல்லடா, நீ என்ன நெகட்டிவா மட்டும் நினைக்காத. பின்ன இதெல்லாம் என்ன? அது என்னன்னா, நீ எப்படி இந்த மாதிரி சிரிச்சு பேசிட்டு தானே இருப்பாரு, அதனால நான் லைட்டா உன்னோட கான்வர்சேஷன் நோட் பண்ணிட்டாரு, அவ்வளவுதான். ஓ அப்படியா? என்னடா? உனக்கு ஒரு உண்மை தெரியுமா? என்ன? உண்மையிலே நானும் அவளும் எப்பொழுதும் சண்டைதான். அவக்கு சின்ன சின்ன மேட்டர் போதும் சண்டை வர்றதுக்கு. ஆனா அந்த டைம்ல அவளோட ஃபேஸ் பாக்குறதுக்கு ரொம்ப கியூட்டா இருக்கு. அதனால அது பாக்குறதுக்காக நானும் வேணும்னு வச்சுட்டு அப்படி இப்படி பேசி சண்டை வச்சுட்டு இருப்பாரு. பாவி, ഞങ്ങൾക്കുള്ള எவ்வளவு சண்டை இருந்தாலும் அதோட ஆயுசு வெறும் 10 நிமிஷம் தான். அதுக்கப்புறம் அவளால என்கிட்ட பேசாம இருக்க முடியாது. எனக்கும் அப்படிதான். எதுவா இருந்தாலும் இந்த மாதிரி இருக்க உங்களால மட்டும்தான்டா முடியும். உன்னாலே முடியுண்டி, நீயும் ட்ரை பண்ணி பாரு. ஓ வேணாம், என்னால இதொന്നും தாங்க முடியாது. நமக்கு எப்படியும் சிங்கிள் தான் செட்டு. உங்ககிட்ட பேசிட்டு யாதொரு பிரயோஜனம் இல்ல. நீ எப்பவும் இந்த மாதிரி தான். உங்ககிட்ட ஒன்னு சொல்ல மறந்துட்டேன். என்ன? நாம முத்து இல்லையா, அவனுக்கு பனிஷ்மெண்ட் ட்ரான்ஸ்ஃபர்.
വാട്ട്? അന്നേക്കെന്താ CHRO கிட்ட ரூடா பேசிட்டல்ல அதுக்குதான். அது இவ்வளவு വലിയ இஷ்யூ ஆயிடுச்சா? ஆடா, அவங்க எல்லாருமே വലിയ ஹோல்டு உள்ளவங்க தானே, அதுதான். பாவம் முத்து. மேபி நெக்ஸ்ட் வீக் கிளம்பிடும். ஓ அப்படியா? ம், எந்த பிரான்ச்? பெங்களூர். அல்ல, நீ முன்னாடி அந்த செக்ஷன்ல சப்போர்ட் சென்டர் தானே இருந்த? இந்தா HR டைரக்டர். அங்க CHRO ஒரு லேடி தானே? அவங்க பேர் என்ன? ஏதோ மறந்துட்டேன். காதா. யா, அதுதான் காதா. அவர் எப்படி, ஃப்ரெண்ட்லியா அல்ல டெரரா? ക്രൂക്കഡ്. റോയി, ഇന്നല്ലേ ലീവ് ലിസ്റ്റ് കൊടുക്കുന്നത്? ആടാ, അതിൽ എൻ്റെ പേരും കൂടി ചേർത്തേക്ക്. ആ ശരിക്കും? ഞാനും പോകുന്നുണ്ട് നാട്ടിലേക്ക്. ഓ എൻ്റെ മോനെ, അവസാനം നീ സമ്മതിച്ചല്ലോ, അത് മതി. നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അതിലൊരു ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്നെപ്പോലെ തന്നെ അവളും ഈ ലൈഫ് കൊണ്ട് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് അവളെ ഫ്രീ ആക്കി വിടണം. അതിന് ഞാൻ നാട്ടിൽ പോയേ പറ്റൂ. എടാ, നീ ഇത് പറ്റുമെങ്കിൽ ഈ വീക്ക് തന്നെ ഒന്ന് സാങ്ഷനാക്കി തന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ടല്ലോ, ഈ ആഴ്ച തന്നെ കയറിയേക്കാം. എടാ, അത് ശരിയെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം. നെക്സ്റ്റ് മന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന കുറേ വർക്കുണ്ട്, അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് ഞാനങ്ങോട്ട് ഇറങ്ങാം, നീ അങ്ങ് വന്നേക്ക്. என்னுடைய அக்கா தங்கச்சி கொஞ்சம் சைடு தான், ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് പോയിക്കോട്ടെ. ഓ എന്റെ കർത്താവേ, നീയൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് തള്ളുന്നേ? പ്രായമായ മനുഷ്യനെ പോലും ആരും നോക്കത്തില്ല, ചവിട്ടി തള്ളി അങ്ങ് പോവാ. ഓരോരോ കഷ്ടപ്പാടേ. അല്ല മോള് ടീച്ചറല്ലേ? എന്തുവാ? അല്ല, മോള് ടീച്ചറാണോന്ന് ചോദിച്ചതാ. എന്നും ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന കാണാം, അതാ ചോദിച്ചേ. ടീച്ചറാ? മോള് മലയാളിയല്ലേ? ഹോ കർത്താവേ, ആശ്വാസായി. അല്ല, ഞാൻ ഇവിടെയാ താമസിക്കുന്നെങ്കിലും എനിക്ക് തമിഴ് അത്ര വശമില്ലാന്നേ. അപ്പൊ മോളോട് കഷ്ടപ്പെട്ട് തമിഴ് പറയേണ്ടി വരത്തില്ലല്ലോ എന്ന് ആലോചിച്ചുള്ള ഒരു ആശ്വാസം വിടലായത്, വേറൊന്നുമല്ല. നാട്ടിലെവിടെയാ? അത് ഞാൻ പാരിപ്പള്ളിയാ. മോടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് എന്റെ വീട്ടിൽ ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ. മോക്ക് ശമ്പളമൊക്കെ എങ്ങനെയുണ്ട്? തരക്കേടില്ലാതുണ്ട്. ഓ, ആ കൊച്ചിന്റെ പേരെന്നതാ? അല്ല, എന്ന് നമ്മൾ ഒരേ ബസ്സിൽ പോകുന്നവരല്ലേ, അപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. മോൾ എന്നോട് പേര് പറയുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. പാർവതി. ഓ, നല്ല പേര്. പേര് കേട്ടാലേ അറിയാം മോള് കുടുംബത്തിൽ പറഞ്ഞതാണെന്ന്. പാർവതിക്ക് പരമേശ്വരനൊന്നും ആയിട്ടില്ലല്ലോ അല്ലേ? എന്തുവാ? അല്ല, ആയിട്ടില്ലാന്ന് കണ്ടാലും പറയും. എന്തായിട്ടില്ലാന്ന്? അല്ല, പരമേശ്വരനൊന്നും ആയിട്ടില്ലാന്നേ.
അമ്മച്ചി എന്തുവായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, ഇതൊക്കെ മനസ്സിലായാലും മനസ്സിലാവാത്ത പോലല്ലേ നിങ്ങളൊക്കെ അഭിനയിക്കുള്ളൂ. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ അടവ്. എന്താണത്? അതൊക്കെ പോട്ടെ. അല്ല, മോടെ അഡ്രസ് ഒന്ന് പറയോ? അഡ്രസ്സൊക്കെ അമ്മച്ചിക്ക് എന്തിനാ? അത് എന്റെ കയ്യിൽ നല്ല. ഒരു മിനിറ്റ്. ആ, ഹലോ. ഓ, എന്റെ പൊന്ന് നാരായണി, ഞാൻ നിന്നോട് മുന്നേ മുതലേ പറയുന്നില്ലേ നിന്റെ മോന് പറ്റിയൊരു നല്ല പെണ്ണിനെ ഞാൻ തപ്പിത്തരാന്ന്. നീ ഒന്ന് സമാധാനപ്പെട്. കണ്ട ആപ്പ ഊപ്പയൊക്കെ പിടിച്ച് നിന്റെ മോന് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അഥവാ ഇനി ഞാൻ അങ്ങനെ കൊടുത്താൽ നീ എന്നെ വെറുതെ വെച്ചേക്കുവോ? ഇല്ലല്ലോ. ആ പേര് ദോഷം മൊത്തവും ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്ന് നാരായണി, നീ ഒന്ന് സമാധാനപ്പെട്. ദാ എന്റെ നാരായണി, എന്റെ വാ തുറഞ്ഞു വരുന്നുണ്ട്. നീ എന്റെ വായിരിക്കുന്ന കേക്കുവേ. അങ്ങനെ പറഞ്ഞ എങ്ങനാടി? ഏടി പിടിയെന്ന് പറഞ്ഞ് നടത്താൻ പറ്റുമോ ഇതൊക്കെ? ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ ഒരാൾ പോലും ഞാൻ നടത്തി കൊടുത്ത കല്യാണത്തെ കുറിച്ച് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പെട്ടെന്ന് എവിടുന്നെങ്കിലും ഏത് കണ്ടാ പിടിച്ച് നിന്റെ മോനെ തലയെ വെച്ച് തന്നിട്ട് അവസാനം നീ പറയുന്നില്ല ഞാൻ കേൾക്കേണ്ടി വരത്തില്ലേ? അങ്ങനെ ഒരു പേര് ദോഷം മേടിച്ചു വെക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ ഹിന്ദു പെൺപിള്ളാരെ കിട്ടിയില്ലേ വല്ല ക്രിസ്ത്യാനി കൊച്ചുങ്ങളെങ്കിലും കണ്ടുപിടിച്ച് നിന്റെ മോന്റെ കല്യാണം ഞാനായിട്ട് നടത്തി തന്നോളാം. നീ ഒന്ന് സമാധാനപ്പെട്. ഓ, നിനക്കെന്താ പച്ചമലയാളം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? പിന്നെ എന്റെ കയ്യിലൊരു കൊച്ചുണ്ട്. പക്ഷെ അത് കുറച്ച് കുടുംബത്തിൽ പറഞ്ഞതാ. നിന്റെ മോനൊന്നും ചേരത്തെയൊന്നുമില്ല. അതുമല്ല, അതൊരു ടീച്ചറാ. പിന്നെ കപ്പലിന്റെ കച്ചവടം കൊണ്ടു നടക്കുന്ന നിന്റെ മോന് ആ കൊച്ചിനെ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനെ ഞാൻ വേറൊരാൾക്ക് വേണ്ടി നോക്കി വെച്ചേക്കുക. മോളെ കുറിച്ചല്ല, അത് വേറൊരു കൊച്ചിനെ കുറിച്ച്. ആളിറങ്ങണം. അയ്യോ, സ്റ്റോപ്പ് എത്തിയില്ല. സാരില്ല, ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് നടന്നു പോയിക്കോളാം. അയ്യോ മോളെ, ശരി എങ്കിൽ. ഷോ, ആ അഡ്രസ് ഒന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ ഇവള് കാരണം. എടി നാരായണി, നിന്റെ മോന് പെണ്ണുമല്ല പെടക്കുഴിയില്ല. അവന്റെ മൂക്കി പല്ല് വന്ന് അവൻ മാനത്ത് നോക്കി തേങ്ങ പറിച്ച് ഇപ്പിടി വെച്ചിട്ട് പോയി. നല്ലൊരു കൊച്ചായിരുന്നു. അതിന്റെ അഡ്രസ് ഞാൻ ഇനി എങ്ങനെ തപ്പിയെടുക്കും? ഇതൊന്നും എടുത്തന്നെ. എന്റെ കുഞ്ഞി, നീ എന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലേ? ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ നീ അന്ന് എന്നെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കും. എന്താ കിച്ച, ഇതെനിക്ക് എത്താത്തോണ്ടല്ലേ? അതൊന്നും അല്ല, എനിക്കറിയാം. ഞാൻ വെറുതെ ഇരിക്കുന്ന കണ്ടിരുന്ന് നിനക്ക് സഹിക്കാൻ വയ്യാത്തോണ്ടല്ലേ. ഓ, നീ എടുത്ത് തരണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഷോ, അങ്ങനെ പറയരുത്. ഈ കിച്ചേട്ടനുള്ളപ്പോ എന്റെ കുഞ്ഞു പെണ്ണ് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കൂ? കൊഞ്ചല്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. അല്ല, നീ എപ്പോഴാ പോണേ? ഞാനൊരു 1 മണിയാകുമ്പത്തേക്ക് പോകും. എന്നാലും ആരാ വരുന്നേന്ന് എന്താ എന്നോട് പറയാത്തെ? അത് വരുമ്പോ കണ്ടാ പോരെ? പറയടാ, ആരാ വരുന്നേ? നീ ഒന്ന് സമാധാനപ്പെട്ടിരി. എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരണേ. എന്നാലും കുഞ്ഞി മിണ്ടാണ്ടിരുന്നു. ഓ, അത്രക്ക് ജാടയാണെങ്കിൽ എനിക്ക് കേൾക്കുകയും വേണ്ട, കാണിയും വേണ്ട. പോടാ. ഓ, നല്ല കാര്യം. അങ്ങനെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. പട്ടി. പോടാ. എന്റെ കുഞ്ഞി, എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ. പോടാ. നീ വല്ലാണ്ടിപ്പൊ വഷളാവുന്നുണ്ട്. ഓ, நீச்சலடி வென்று ஏந்து கொடி அட ஜாலிய வாலி சொன்னபடி. വന്നോ? വാ, ഞാൻ നിന്നെ കാത്തിരിക്കുവായിരുന്നു. അതെന്താ? അതോ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്.
സർപ്രൈസോ? എന്ത്? നീ ആദ്യം കേറ്, വാ. എന്താടി? ദേ ആയിരിക്കണ ആരാന്ന് നോക്ക്. ഇവരോ? ഇവരെന്താ ഇവിടെ? നീ തന്നെ ചോദിച്ചു നോക്ക്. അമ്മച്ചി എന്താ ഇവിടെ? അല്ല, എന്റെ അഡ്രസ് എങ്ങനെ? അതൊക്കെ കിട്ടി. മോളൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ആ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. സാരമില്ല, എല്ലാം മോളുടെ നല്ലതിനല്ലേ. മോക്കൊരു നല്ല കാലം വരുമ്പം ഈ അമ്മച്ചിയെ കൂടി ഒന്ന് ഓർത്താ മതി. ആ, ഈ തള്ളെന്തോടെ ഇങ്ങനൊക്കെ പറയണേ? അതൊക്കെ ഉണ്ട്, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. വാ മോളിരിക്കേ. സാരമില്ല, ഞാനിവിടെ നിന്നോളാം. അമ്മച്ചി വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. അത് പിന്നെ മോളെ, അമ്മച്ചി വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് മോളെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി. അല്ല, എനിക്ക് മാത്രമല്ല, വേറെ ആർക്കും മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മോക്ക് സ്വപ്നം പോലും കാണാനാവാത്ത ബന്ധുവാ. ആളത്ര വലിയ പുള്ളിയാ. എന്തോന്നടി ഇത്? ഇവരെന്തോ ഈ പറയുന്നേ? വെയിറ്റ്, ഞാൻ പറയാം. അതെ അമ്മച്ചി, നിങ്ങൾ ചായ കുടിക്കേ, ഞങ്ങൾ ഇപ്പൊ വരാം. അയ്യോ അല്ല, ഞാൻ പറഞ്ഞു തീർത്തില്ല. പറയാം. അമ്മച്ചി സമാധാനമായിട്ടുണ്ട്, ചായ കുടിക്കേ, ഞങ്ങളിപ്പോ വരാം. ശരി, നീ വാ. എന്തുവാണ് ഇവിടെ നടക്കുന്നേ? അത് കണ്ടാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. എന്തുവാ ഇവിടെ നടക്കുന്നേ? അവര് വന്ന് പാർവതിയുടെ വീടല്ലയോ എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി രാവിലെ നീ പറഞ്ഞ ആൾ ഇതാണെന്ന്. അമ്മച്ചി സോ ഫാസ്റ്റാ. അത് വിട്, നീ ഇപ്പൊ ഇത് പറ. എന്തെങ്കിലും വള്ളിയും കൊണ്ട് വന്നതാന്നോ അവര്? ഒരു വള്ളിക്കേസാന്ന് വേണമെങ്കിൽ പറയാം. എന്റെ പൊന്നു ദക്ഷ, കല്യാണാലോചനയും കൊണ്ട് വന്നതാന്ന് മാത്രം നീ പറയരുത്. പറയും, ബിക്കോസ് അവര് കല്യാണാലോചനയും കൊണ്ട് വന്നതാ. പറട്ട കളവി. ബസ്സിൽ വെച്ച് ഇവരുടെ ഒലിപ്പീര് കണ്ടപ്പോഴേ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തതാ. പിന്നെ ആ ഫോൺ കോളിലൂടെ കല്യാണാലോചന കാര്യം പറഞ്ഞപ്പോഴേ ഞാനത് ഉറപ്പിച്ചതാ. എന്തോ തരികിടയാണെന്ന്. അതുകൊണ്ട് എന്നെ അഡ്രസ്സ് പോലും പറയാണ്ട് മുങ്ങിയത്. എന്നിട്ടിപ്പോ വീട്ടിൽ വരെ വന്നേക്കും അവര്. ഇവരെ ഞാൻ നീ അത് കൂളാവ്. നല്ല ചെക്കനാണെങ്കിൽ നമുക്കൊരു കൈ നോക്കിയാലോ. ദക്ഷാന്ന് വിളിച്ച നാവ് കൊണ്ട് എന്നെ വേറൊന്നും നീ വിളിപ്പിക്കല്ലേ. നീ ഒന്ന് പോയേ. അവരെ ഞാൻ. മോളെ ദേ വിളിക്കുന്നു, മോള് ചെല്ല്. ഓ, ഇവരെ ഞാൻ. പാറു, എന്താ? കൊല്ലണ്ട, വയസ്സായതല്ലേ, വിട്ടേക്ക്. ഓ, ആലോചിക്കാം. ദേ അമ്മച്ചി, ചായ കുടിച്ച് തീർന്നെങ്കിൽ വെറുതെ ഇരുന്ന് സമയം കളയാണ്ട് പോകാൻ നോക്ക്. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. നല്ല പയ്യനാ. നല്ല പയ്യനാണെങ്കിൽ നിങ്ങൾ തന്നെ കെട്ടിക്കോ. എനിക്കിപ്പം ഇനിയിപ്പം മോടെ വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും പരിഹാരം ഉണ്ടാക്കാം. മോള് നാട്ടിലെ അഡ്രസ്സിങ് ഇതാ, ഞാൻ പോയി സംസാരിക്കാം അവരോട്. കുഞ്ഞി, കിച്ച, നീ വന്നോ? എന്തായാലും നല്ല സമയത്താ നീ വന്നത്. എന്താടി? ആരാ ഇത്? ഇത് നമ്മുടെ പാറുവിനുള്ള കല്യാണാലോചനയായിട്ട് വന്ന അമ്മച്ചിയാ. കല്യാണാലോചനയാ? അല്ല, മോനേതാ? അയ്യോ അമ്മച്ചി, ഇതെന്റെ ഭർത്താവാ. വെറുതെ അവന് കയറി പെണ്ണാലോചിച്ച് കളയല്ലേ. ഞാൻ വഴിയാധാരം ആവും. ഇല്ല, എന്തായാലും മോൻ ഇപ്പൊ വന്നത് നന്നായി. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോ വീട്ടിലൊരാണുള്ളത് നല്ലതാ. എന്താ അമ്മച്ചി എന്റെ? നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് അമ്മച്ചി പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കാം. എന്തോന്ന് വെച്ചാ രണ്ടെണ്ണം കൂടി കാണീര്, ഞാൻ പോവാ. അയ്യോ മോളെ, പോവാണോ? അവള് പോട്ടമ്മച്ചി, നമുക്ക് സംസാരിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞ അമ്മച്ചി പാറുവിന് നല്ലൊരു ആലോചന കൊണ്ട് വന്നതല്ലയോ? ആ മോനെ, നല്ല കൂട്ടരാ, നല്ല ചെക്കനാ. അങ്ങനാണെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടി അവളുടെ കാര്യങ്ങളിൽ ഇടപെടാനും തീരുമാനിക്കാനും പറ്റിയ ഒരാൾ എന്റെ കൂടെ ഉണ്ട്. ഞാൻ അയാളെ വിളിക്കാം. ആയിക്കോട്ടെ, വളരെ സന്തോഷം. അതെ, ഇങ്ങ് കേറി പോരെ.
ജിത്തുവേട്ടൻ ജിത്തേട്ട കുഞ്ഞി, മോനാണോ ആ ആള്? ഏതാള്? ഇതാരാ? ആ ആള് ഇത് തന്നെയാ. ഹാ, അല്ല പാർവതി മോളുടെ ആരായിട്ട് വരും? ഓ, വലിയ ബന്ധമൊന്നും ഇല്ല, ചെറുതായിട്ട് ഭർത്താവായിട്ട് വരും. ഓ, ഭർത്താവോ? അതിന് ആ കൊച്ചിന്റെ കല്യാണം തന്നെയാണോ? ഒരു വട്ടം, ഒരു 4 വർഷം മുന്നേ. വേണമെങ്കിൽ അമ്മച്ചിക്ക് വേണ്ടിട്ട് അവളടുത്ത് ഒന്നുകൂടി കെട്ടാൻ പറയാം. വേണോ? അത് മോനെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ പുള്ളിക്കാരൻ സമ്മതിക്കണം. എന്നാലും എന്റെ കർത്താവേ, ഇതുപോലൊരു പണി എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇതൊരുമാതിരി വല്ലാതെ ജയിത്തായിപ്പോയി. എന്നോട് ഇത് വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ല, ഞാൻ എല്ലാ ദിവസവും 5-6 മെഴുകുതിരി കത്തിക്കുന്നല്ലേ. ഇതൊരുമാതിരി. അല്ല, അമ്മച്ചിയൊന്നും പറഞ്ഞില്ല. എന്താ ആലോചനയായിട്ട് മുന്നോട്ട് പോന്നോ? ഓ, അതൊക്കെ ഈ മോനൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? അതുകൊണ്ട് വേണ്ട. എന്തായാലും കണ്ടതിനും പരിചയപ്പെട്ടതിനും പിന്നെ ഒരു ഗ്ലാസ് ചായ തന്നതിനും സന്തോഷമുണ്ട്. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാന്നേ. അയ്യോ, പോവാണോ? നമുക്ക് കല്യാണം ഉറപ്പിക്കണ്ടേ? 2ാം ഘട്ട ഏതെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടി വരാം. ഇപ്പൊ അങ്ങോട്ട്. എന്റെ കമ്മീഷൻ, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇതിപ്പോ എന്റെ ചെരുപ്പ് തേഞ്ഞത് മാത്രം മിച്ചം. ചെരുപ്പ് പോണേ പോട്ടെ, വല്ല അമ്പലത്തിലോ പള്ളിയിലോ ചെന്നാൽ പുതിയതൊരെണ്ണം കിട്ടും. പക്ഷെ എന്റെ കാശ് ഇതിനെ കാണാനും ഒന്ന് സംസാരിക്കാനും വേണ്ടി അല്ലയോ ഈ 1 മാസം കൊണ്ട് ഒരാവശ്യമില്ലാതെ ആ ബസ്സിൽ വലിഞ്ഞു കയറി ഇല്ലാത്ത വണ്ടിക്കൂലിയും കൊടുത്ത് വല്ലതും ഒക്കെ ചെന്നിറങ്ങുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല, ആ പെങ്കൊച്ചിന് വല്ല സിന്ദൂരോ താലിമാലയൊക്കെ ഇട്ട് നടന്നൂടെ, വെറുതെ മനുഷ്യന്മാരെ കൊതിപ്പിക്കാൻ വേണ്ടി. ഇതിപ്പോ എന്റെ നല്ലൊരു കമ്മീഷനാ കാറ്റത്ത് പറന്നു പോയത്. ഇനി ആ വസന്തയോട് ഞാൻ എന്നാ പറയും? ഇതിനെ കണ്ടോണ്ടല്ലയോ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തത്. ആന്റി, കോയമ്പത്തൂർ ബസ് പോയാച്ചാ? ഓ പിന്നെ, എന്റെ കമ്മീഷൻ പോയപ്പോഴാ അവളുടെ ഒരു കോയമ്പത്തൂർ. മോള് മലയാളിയാണോ? ഹാ, ഞാനാ? ഇല്ലേ. ഓ അല്ലല്ലേ. വസന്തയ്ക്ക് മലയാളിയെ തന്നെ മരുമകളായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഉന്നുടെ കല്യാണം കഴിഞ്ഞതാണോ? എന്നെ? അല്ല, ഉന്നുടെ തിരുമണം കഴിഞ്ഞതാണോ? ഇല്ല, എനിക്ക് ഇന്നുമേ കല്യാണം ആകില്ല. ഹാ, അത് മതി. അല്ല, ഉനക്ക് കോയമ്പത്തൂർ താനേ പോണ്ടേ? ആമാ. വാങ്ങി അമ്മച്ചി ഉണ്ടാക്കാം. അമ്മച്ചിക്കും കോയമ്പത്തൂർ വരാ പോണ്ടേ. நீங்க என்ன சொல்றீங்க? நீங்க சொல்றது எதுவுமே எனக்கு புரியல. അയ്യോ, അത് സാരമില്ല, എല്ലാം ഈ അമ്മച്ചി പുരിയിച്ചു തരാം. മോള് വാ. ചിത്തേട്ടാ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി.
എത്ര നാളായി ഇത് കണ്ടിട്ട്. നിങ്ങൾക്ക് ഒരു മാറ്റമില്ല, ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുക. നീയും. എന്നാലും ഇത്രയും വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് വന്നിട്ട് പോയിക്കൂടായിരുന്നു? ഇതിപ്പോ എത്ര നാളായി. ഞാനിപ്പൊ വന്നില്ലേ? ആ വന്നു. എന്നാലും ഇത്രയും നാളും ഞങ്ങളെ ഒന്നും കാണാണ്ട് ഏട്ടന് എങ്ങനെയാ അവിടെ നിൽക്കാൻ പറ്റിയേ? ഞങ്ങളുടെ കാര്യം പിന്നെയും പോട്ടെന്ന് പറയാം, പക്ഷെ പാറു, അവക്ക് എന്തുമാത്രം വിഷമമുണ്ടായിരുന്നു എന്നറിയോ? പാവം അവള്. ജിത്തുടൻ എന്നാലും എങ്ങനെയാ അവളോട് ഇങ്ങനെ കാണിക്കാൻ തോന്നിയേ? കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച പോലും തികഞ്ഞില്ല, അതിനു മുന്നേ പുതിയ ജോലി കിട്ടിയെന്നും പറഞ്ഞ് നാട്ടിലുണ്ടായിരുന്ന ജോലിയും റിസൈൻ ചെയ്ത് പോയതല്ലേ. കഷ്ടം തന്നെയായിരുന്നു അവളുടെ കാര്യം. പാവം ഒറ്റയ്ക്ക് അവിടെ നിന്ന് എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? അവസാനം ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഇവിടെ വന്നത്. പിന്നെ ഇവൻ ഇവിടെ ഒരു ജോലി സെറ്റാക്കി കൊടുത്തോണ്ട് അവൾക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. എന്നാലും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ പാവം ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്. പക്ഷെ ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയത്തില്ല. ഒരു സങ്കടം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നത്. അവളുടെ വിചാരം ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്നാ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് പോലും അവൾ നിങ്ങളോട് സംസാരിക്കാറില്ലല്ലോ. അതെന്താ? അവൾക്ക് അവളുടെ വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തോണ്ടാ. ഞങ്ങളുടെ മുന്നിൽ വെച്ച് വെറുതെ കരയണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാ പിന്നെ ഞങ്ങളും. ഒന്നുമില്ല, കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് പോയാ പോരായിരുന്നോ? ഇതിപ്പോ ഇത്ര അത്യാവശ്യം എന്തായിരുന്നു? നാട്ടിലുണ്ടായിരുന്നത് നല്ലൊരു ജോലിയല്ലായിരുന്നു? നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ ജിത്തേട്ടാ, ഒരുമാതിരി കണ്ണിച്ചോരയില്ലാണ്ട്. ഒന്നുമില്ല, നിങ്ങൾ അവള് പോലും അറിയാണ്ട് അവളെ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. അപ്പൊ പിന്നെ കുഞ്ഞി, എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാക്കി ചേട്ടാ. ഈ ജിത്തുവേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? കുഞ്ഞി, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോ ഇനി എന്തായാലും ഞാൻ ഇവിടെ ഇല്ലേ? നിന്റെ എല്ലാ പരാതിക്കുമുള്ള പരിഹാരം ഞാൻ കണ്ടോളാം, പോരെ? എന്റെ പരാതിയും പരിഭവം ഒന്നും ജിത്തേട്ടൻ കണക്കിലെടുക്കണ്ട. ഇത്രയും നാളും നിങ്ങൾ ഞങ്ങൾ പോലും അറിയാണ്ട്, എന്തിന് അവള് പോലും അറിയാണ്ട് മനസ്സിലൊളിപ്പിച്ച് വെച്ചിരുന്ന അവളോടുള്ള സ്നേഹമില്ലേ, അത് ഈ 4 വർഷത്തെ പലിശയും ചേർത്ത് ഒരുമിച്ച് അങ്ങ് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പരിഹരിക്കാന്ന്. എല്ലാം പരിഹരിച്ചാ മതി. എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, വളരെ സന്തോഷം. നിനക്ക് സുഖല്ലേ? എനിക്ക് സുഖം. ജിത്തേട്ടനോ? എനിക്കും സുഖ. എനിക്കും സുഖമാ, എന്നോടാരും ചോദിച്ചില്ല. ഓ, നിനക്കും സുഖാണല്ലേ? ഇപ്പഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നിനക്ക് തരാൻ ഞാൻ എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നു. അയ്യോ, അങ്ങനെ മറക്കരുത്. വല്ല വിലപ്പെട്ടതും ഒക്കെ ആണെങ്കി. ഓർമ്മിപ്പിച്ചത് കാര്യായി. കുറച്ച് വില കൂടിയതാ. അങ്കിത്താ. കുഞ്ഞി, എന്താടി? നിന്നോട് ഞാൻ രാവിലെ ചോദിച്ചായിരുന്നോ ആരാ വരുന്നേന്ന്? അത് ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി. നിന്റെ ഒരു സർപ്രൈസ്? ജിത്തുടനാ വരണേന്ന് മുന്നേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ? ഇതിപ്പോ അത് ശരിയല്ലേ, ഞാൻ ഓർത്തില്ല. നിന്നോടെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു. നീ ഇനി എന്റെ അടുത്ത് മിണ്ടാൻ വരട്ടെ, പൊയ്ക്കോ. എടി കുഞ്ഞി, ഇതുവരെ നിങ്ങളുടെ ഈ അടിക്ക് ഒരു കുറവുമില്ലേ? എവിടുന്ന് കുറയാനാ? കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇവളിപ്പം വന്ന് കുറച്ച് അധികണ്ടാറാ. പോടാ, അങ്ങനൊന്നുമില്ല ജിത്തുവേട്ടാ. ഇവന്റെ ഈ കയ്യിലിരിപ്പ് കാണുമ്പോ എനിക്ക് അതാ, അല്ലാണ്ട്. സാരില്ല, നീ ഇട്. നമുക്ക് നൈറ്റ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്ന് സെറ്റാക്കാടി. അത് വേണ്ട, ഞങ്ങള് ചെയ്തോളാം, അല്ലേടാ? പിന്നല്ലാണ്ട്, ഇതൊക്കെ വലിയ പണിയാണോ? ഞാൻ ഡെയിലി എടുക്കുന്നതല്ലേ. അല്ല, എളുപ്പപ്പണിയാന്ന് പറഞ്ഞതാ. അല്ലടാ, ഞാനും കൂടി. അയ്യോ എന്റെ പൊന്നു ജിത്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ട് പറയുക. വെറുതെ ഒരു ആവേശത്തിന്റെ പുറത്ത് കൂടാന്നൊന്നും പറഞ്ഞേക്കണ്ട. വേണമെങ്കിൽ ഇവള് പിന്നെ അതങ്ങ് സ്ഥിരമാക്കും. പോടാ, ഞാൻ അങ്ങനെ ചെയ്യോ? നീ അത് എന്നോട് തന്നെ ചോദിക്കണം കേട്ടാ. ഈ 2 ഒരു മാറ്റവും ഇല്ല. അല്ല, ജിത്തുവിന്റെ വരുന്ന കാര്യം പാറു അറിഞ്ഞായിരുന്നോ? ഇല്ല. എങ്കിൽ ഞാൻ അവളെ വിളിക്കാം. പാറു. കുഞ്ഞി,
എന്താടാ? എടി പൊട്ടി, നീ അവളെ വെറുതെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. ഇവൻ അങ്ങോട്ട് പോയി കണ്ടോളും. അതാവുമ്പോ അവൾ ഒന്നുകൂടി സർപ്രൈസ്ഡ് ആവും. ഹാ, അത് ശരിയാ. എടാ, നീ എനിക്ക് റൂമിലേക്ക് ചെല്ല്. വിശേഷം പറയാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. മുകളിൽ ലെഫ്റ്റ് കാണുന്ന ഫസ്റ്റ് റൂമാ നിങ്ങളുടെ? ആ ശരിടാ, ഞാനെങ്കിൽ പോയിന്ന് ഫ്രഷ് ആയിട്ടൊക്കെ. അത്യാവശ്യമൊന്നുമില്ല, പതുക്കെ വന്നാ മതി. 4 വർഷത്തെ പരാതിയും പരിഭവവും ഒക്കെ കേൾക്കാനും പറയാനും ഇല്ലേ? അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ തന്നെ സമാധാനമായിട്ട് താഴേക്ക് വന്നാ മതി. അപ്പോഴത്തേക്കും ഞങ്ങൾ നൈറ്റത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാം. ശരി. കൊച്ചു കള്ളൻ പോണ നോക്ക്. ഇന്ന് അവരൊരു പൊളിക്കും. അയ്യേ, വഷളൻ. ഡി, ഞാനതിന് അതല്ല ഉദ്ദേശിച്ചേ. എനിക്ക് നിന്നെ അറിയാത്തൊന്നുമല്ലല്ലോ. നീ ഇത് ഉദ്ദേശിക്കും, ഇതിനപ്പുറം ഉദ്ദേശിക്കും. എടി കുഞ്ഞി മോളെ, നിന്റെ കിച്ചേട്ടൻ അതല്ലടി ഉദ്ദേശിച്ചേ. നീ ഒന്ന് വിശ്വസിക്ക്. പിന്നെ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ വിശ്വസിക്കാം. ആ പോയാ. അതെ, അവിടെ കറങ്ങി നിന്ന് മുങ്ങാന്ന് വിചാരിക്കണ്ട. ഇങ്ങോട്ട് വാ, രാത്രിത്തേക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാനുണ്ട്. കുഴച്ച് എന്റെ ജീവിതം തീരത്തേ ഉള്ളു. കൊണ്ടോരടങ്ങാൻ. ഏത് നേരത്താണോ ഇവളെ സഹായിക്കാൻ തോന്നിയത്? കിച്ചാ, ആ വരുവാ കുഴയ്ക്കാൻ ചപ്പാത്തിക്ക്. എനിക്ക് ഈ പന്നി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാണ്ടായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ആ മാവിനകത്ത് അവളെയും കൂടി പിടിച്ചു വെച്ച് ഞാൻ കുഴച്ചേനെ. എന്റെ അമ്മ പോലും എന്നെ കൊണ്ട് ഇതുപോലെ കുഴപ്പിച്ചിട്ടില്ല. പന്നി. നിഴലു പോലും മാഞ്ഞുപോയി നിന്റെ ഈണമോർമ്മയായി. മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. നിഴലു പോലും മാഞ്ഞുപോയി നിന്റെ ഈണമോർമ്മയായി. മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. കുളിരുതന്ന കാറ്റുപോൽ കൂടെ വന്നോരഴകെ നീ. അകലെയെങ്ങോ പോയിടാൻ അരികിലെന്തിനെത്തി നീ. അകലെയെങ്ങോ പോയിടാൻ അരികിലെന്തിനെത്തി നീ. ചിറകൊടിഞ്ഞ ശലഭമായി ചിതറി വീഴുമെൻ മനം. കനവു തന്ന കണ്ണിലെ കണ്ണീരാണി സാഗരം. ചിറകൊടിഞ്ഞ ശലഭമായി ചിതറി വീഴുമെൻ മനം. കനവു തന്ന കണ്ണിലെ കണ്ണീരാണി സാഗരം. പകലകന്ന രാവുപോൽ പാതിമാഞ്ഞൊരിഷ്ടമായി. നെഞ്ചിലാകെ നീറുന്ന തീക്കനലായോർമകൾ. അരികിലില്ല എന്നൊരാ സത്യമെന്നിൽ നോവായി. ശ്വാസമറ്റ ദേഹം പോൽ ശൂന്യമാണ് ലോകവും. അരികിലില്ല എന്നൊരാ സത്യമെന്നിൽ നോവായി. ശ്വാസമറ്റ ദേഹം പോൽ ശൂന്യമാണ് ലോകവും. പതിയെ വന്നു ചേർന്ന നീ പകുതി വച്ചു മാഞ്ഞുവോ. ഇരുളിലാണ്ട ജീവൻ ചിറകൊടിഞ്ഞ ശലഭമായി ചിതറി വീഴുമെൻ. അവര് പോയോ? കനവു തന്ന പോയി കാണുമല്ലേ? സാഗരം. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തരാൻ വന്നത്. പക്ഷെ അവരറിയുന്നില്ലല്ലോ. നല്ലതായാലും നശിച്ചതായാലും
എനിക്ക് എന്റെ ചിത്തോട്ടന്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതിയെന്ന്. ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് വേണ്ടി ചെയ്യോ? ഇതുവരെ ഞാൻ ഒന്നും തന്നെ നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാടി. എനിക്ക് വേണ്ടി ചിത്തോട്ടനോട് ഒന്ന് സംസാരിക്കോ? ഒരു വട്ടമെങ്കിലും നാട്ടിലേക്ക് ഒന്ന് വരാൻ പറയണേ പ്ലീസ്. നീ ഞാനിവിടെ കാത്തിരുന്ന് നിഴലു പോലും മാഞ്ഞു പോയി നിന്റെ ഈണമോർമ്മയായി. മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. നീയും കൃഷ്ണയും പരസ്പരം സ്നേഹിക്കുന്ന കാണുമ്പോ എനിക്ക് കൊതിയാവ. എന്റെ കൂടെ കുളിരുതന്ന കാറ്റു ആ മനുഷ്യനെ അതുപോലെ ആഗ്രഹിച്ചു പോവാണേ ഒരുപാട്. എന്തിനാ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയേക്കുന്നത്? കണ്ണിലെ കണ്ണീരാണി സാഗരം ചിറകൊടിഞ്ഞ ശലഭമായി ചിതറി വീഴുമെൻ മനം. കനവു തന്ന കണ്ണിലെ കണ്ണീരാണി സാഗരം അവിടെ തിരക്കാവും, അതായിരിക്കും വരാത്തെ. സാരില്ല, എപ്പോഴേലും ഒരു വട്ടമെങ്കിലും എന്നെ മനസ്സിലാക്കിയൊന്ന് വന്നാ മാത്രം മതി. ഞാനിവിടെ ഇങ്ങനെ കാത്തിരുന്നോളാം, എത്ര നാള് വേണേലും. പാറു, ചിത്തേട്ടാ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ? ഞാൻ എന്ത് തെറ്റാ അതിനു വേണ്ടി നിങ്ങളോട് ചെയ്തേ? എന്തിനാ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോയേ? മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. നിഴലു പോലും മാഞ്ഞു പോയി നിന്റെ ഈണമോർമ്മയായി. മഴ നനഞ്ഞ വീതിയിൽ മൗനമെന്റെ ബാക്കിയായി. കുളിരുതന്ന കാറ്റുപോൽ കൂടെ വന്നോരഴകെ നീ. അകലെയെങ്ങോ പോയിടാൻ അരികിലെന്തിനെത്തി നീ. അകലെയെങ്ങോ പോയിടാൻ അരികിലെന്തിനെത്തി നീ.
അത് സോറി, ഞാൻ പെട്ടെന്നെന്തോ ഹലോ ആദി. നീ എത്തിയോ? ഉം. ഞാൻ കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ കണ്ടൂലേ? അത് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, അതാ. അത് വിട്, നീ പുള്ളിക്കാരിയോട് സംസാരിച്ചോ? ഇല്ല, വന്നതല്ലേ ഉള്ളൂ, സംസാരിക്കണം. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇല്ല, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാന. അതുമല്ല, ഈ ഒരു റിലേഷൻ കൊണ്ട് അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് അവളെ ഫ്രീ ആക്കി വിടണം. അതിന് ഇത് മാത്രമേ ഉള്ളൂ ഒരു വഴി. അല്ലാതെ ഞാൻ കാരണം എന്തിനാ അവളും കൂടി വെറുതെ. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിന്നോട് പറയേണ്ട രീതിയിലല്ല ഞാൻ നിന്നോട് പറഞ്ഞു നോക്കി. പക്ഷെ നീ അത് മനസ്സിലാക്കത്തില്ലെന്ന് വെച്ചാൽ പിന്നെ ഞാനെന്തോ ചെയ്യാനാ? ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. എന്തായാലും ഞാൻ പേർപ്പസ് ഒക്കെ മൂവ് ചെയ്യും. പിന്നെ ഇത് മ്യൂച്വലായിട്ടാ പ്രൊസീഡ് ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇവിടെ വരെ ഒന്ന് വരേണ്ടി വരും. നിങ്ങളുടെ സൈൻ വേണം. അല്ല, നീ ഒറ്റയ്ക്കാ ഫയൽ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ നീ മാത്രം വന്നാൽ മതി. എന്തായാലും നീ വിളിക്കേ. ഞാൻ അവളോട് സംസാരിച്ചിട്ട് വിളിക്കാം. അവൾക്കും എതിർപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാരണം അവളും കുറേ. അല്ലെ തന്നെ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ഈ റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്ത് നേടാനാ? അതിൽ നിന്ന് അവളെങ്കിലും രക്ഷപ്പെടട്ടെ. നീ എന്തായാലും പേപ്പേഴ്സൊക്കെ റെഡിയാക്കി വെക്ക്, ഞാൻ അവളെയും കൂട്ടി വരാം. ഓക്കേടാ. ഓക്കെ.